അള്ളാഹുവിന് ദോഷം ചെയ്ത് നമ്മളൊരു ഭക്ഷണം കഴിച്ചാൽ അതിന് ബില്ലുണ്ട്. അത് അള്ളാഹുവിന് നാളെ സുആലുണ്ടാകും. ثم لتسألن يومئذ عن النعيم. ചോദ്യം ഉണ്ടാവും, അതിന് ബില്ലുണ്ടാവും, അതിന് കണക്കുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ ഇവിടെ എന്താ വിഷയം? ഏതൊരു കാര്യം ആസ്വദിക്കണമെങ്കിലും എന്ത് വേണം? അള്ളാഹുവിന്റെ അടിമയാകണം. ഒരു ശ്വാസം ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്വയ്യിബാതി മിന റിസ്ഖ്. ഈ ത്വയ്യിബാത്തിൽ പെട്ടതാണ് എന്ത്? അൽ ഹവാ, ഈ ശ്വാസം, അൽ മാ, ഈ വെള്ളം ഒക്കെ അല്ലാഹു. മനസ്സിലായില്ലേ? എന്താ വെള്ളം, വായു? മനസ്സിലായോ പറഞ്ഞത്? ഇതൊക്കെ അല്ലാഹു തന്റെ ഇഷ്ടദാസന്മാർക്ക് ഒരുക്കി വെച്ചതാണ്. അത് നമ്മൾ ചോദിക്കാതെ തിന്നു. നിയമം പാലിച്ചതും ഇല്ല, നിയമം പാലിച്ചതും ഇല്ല. നിയമമുണ്ടാവും, ഓരോന്നും നിയമമുണ്ട്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഓരോന്നിനും നിയമമുണ്ട്, ഓരോന്നിനും നിയമമുണ്ട്. മരണം രണ്ട് ജാതിയുണ്ട്. അൽ മൗത്ത് ബി ഗൈരി ഇറാദയുമുണ്ട്, അൽ മൗത്ത് ബിൽ ഇറാദയുമുണ്ട്. അൽ മൗത്ത് ബി ഗൈരി ഇറാദയാണ് എന്ത്? ഉദ്ദേശമില്ലാതെ മരിക്കൽ. എന്താണ് ഈ ഉദ്ദേശമില്ലാതെ മരിക്കൽ? സയ്യിദ് ഇസ്രായീൽ അലൈഹിസ്സലാം മരിക്കൽ നമുക്ക് ഉദ്ദേശമില്ല, അള്ളാഹുവിന്റെ ഖളാ ആയതുകൊണ്ട് മരിക്കണം. നമുക്ക് അപ്പോൾ മരിക്കണമെന്ന ഉദ്ദേശമില്ല, അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മളല്ലല്ലോ അവിടെ ഉദ്ദേശിക്കുന്നത്. ആരാണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ജല്ല ജലാലായ സുബ്ഹാനാണ്. ഇന്നാലിന്ന ആളുടെ റൂഹ് പിടിക്കണമെന്ന് അള്ളാഹു മലക്കുൽ മൗത്ത് സയ്യിദുനാ ഇസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഏൽപ്പിച്ചത് കൊണ്ടും ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ, അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് കൃത്യമായി അതങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നവരാണ് അള്ളാഹുവിന്റെ മലായിക്കത്ത്. അതുകൊണ്ടും അവർ നമ്മുടെ അടുത്ത് വരികയും നമ്മുടെ റൂഹിനെ അവർ ഖബ്ള് ചെയ്ത് പിടിച്ചുകൊണ്ടും ചെയ്യും. ഇതിൽ നമുക്ക് മരിക്കണം എന്ന ഉദ്ദേശമില്ല, അള്ളാഹ് തീരുമാനം. അവന്റെ കാലോട് ഇങ്ങനെ ഉരസും. എവിടെയാണ് ഒരു ചികിത്സാര്യ കിട്ടുക, എങ്ങനെയാണെന്ന് രക്ഷപ്പെടുക എന്ന് അവനും ഒരു പക്ഷേ അവൻ തന്നെയും അല്ലെങ്കിൽ ബന്ധുക്കളും പറഞ്ഞുകൊണ്ടേയിരിക്കും. നീ ആരെടുത്ത് കൊണ്ടുപോയാല ഇത് ശരിയാവുക എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവിടെ ഈ ആൾക്കൊന്നും ഇയാൾ മരിക്കണമെന്ന് ഉദ്ദേശമില്ല, മരിക്കുന്നവന് ഉദ്ദേശമില്ല, കുടുംബത്തിന് ഉദ്ദേശമില്ല. കുടുംബം പറഞ്ഞുകൊണ്ടേയിരിക്കും ഇനി എനിക്ക് ആരാണുള്ളത്. ഭാര്യ പറയും, മക്കൾ പറയും, കുടുംബം പറയും. അപ്പോൾ പിന്നെ അയാൾ അള്ളാഹുവിന്റെ ഖളാ കൊണ്ടും തീരുമാനം കൊണ്ടും മരിച്ചു പോവുക. അതാണ് അൽ മൗത്ത് ബി ഗൈരി ഇറാദ. നമുക്ക് ഉദ്ദേശമില്ലാതെ നമ്മൾ മരിക്കണം. എന്നാൽ അൽ മൗത്ത് ബിൽ ഇറാദയോ, ശ്രദ്ധിക്കണേ, ഇത് ഒരു തവണ ഉണ്ടാവുള്ളൂ, 2 തവണ ഉണ്ടാവില്ല. ഇത് ഒരു തവണ മാത്രമേ ഉണ്ടാവുള്ളൂ. ഏത്? അൽ മൗത്ത് ബി ഗൈരി ഇറാദ, ഒറ്റ തവണ ഉണ്ടാവുള്ളൂ. എപ്പോൾ? സയ്യിദ് ഇസ്രായീൽ അലൈഹിസ്സലാം, ഉറക്കട് പറഞ്ഞാൽ സയ്യിദ് ഇസ്രായീൽ അലൈഹിസ്സലാം ദേശം കയറി എന്നാളെ, ദേശം കയറി എന്നാളെ ബാക്കിലുള്ള ആളുകളൊക്കെ ഇത് അല്ലാഹുവിനെ പറയുന്ന മജ്ലിസാണ്. ഇത് ചിന്തിക്കണം. ഇതൊരു സാധാരണ മജ്ലിസ് അല്ല, ഇത് വളരെ ചിന്തിക്കണം. ഇതിൽ അല്ലാഹുവിന്റെ പൊരുത്തമല്ലാത്തൊരു ലക്ഷ്യം നമുക്കാർക്കും ഇല്ല, വന്നവർക്കില്ല, പറയുന്നവനുമില്ല. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇതൊരു തവണ മാത്രമേ സംഭവിക്കൂ. എന്ത്? അൽ മൗത്ത് ബി ഗൈരി ഇറാദ. അതൊരു തവണേ സംഭവിക്കുള്ളൂ. സയ്യിദുനാ ഇസ്രായീൽ നമ്മളിൽ പ്രവേശിച്ച് നമ്മുടെ റൂഹിനെ പിടിക്കുന്നത് ഒരു തവണയുള്ളൂ. എന്നാൽ അൽ മൗത്ത് ബി ഇറാദ എത്ര തവണയുണ്ടാവും? എന്താണത്? ഞാൻ ഉദ്ദേശിച്ച് ഞാനൊന്ന് മരിക്കുക, ഞാൻ മരിക്കുന്നു എന്ന് ഞാൻ സങ്കല്പിക്കുക, പിന്നെ എന്റെ ഖബറിന്റെ അവസ്ഥ ഞാൻ ആലോചിക്കുക, പിന്നെ നാളെ ഖിയാമത്ത് നാളിലേക്ക് എന്നെ വിളിക്കുന്നു ഞാൻ ആലോചിക്കുക, എന്റെ സിറാത്ത് പാലം ഞാൻ കിടക്കുമല്ലേ ഞാൻ ആലോചിക്കുക, എനിക്ക് കൗസർ കിട്ടുമോ, എന്നെ വടിയുണ്ടാട്ടുമോ ആലോചിക്കുക, എനിക്ക് അർശിന്റെ തണലിൽ കിട്ടുമല്ലേ ആലോചിക്കുക. ഇതിനൊരു മിനിറ്റ് മതി. മനസ്സിലായില്ലേ? ചിന്തിക്ക. ഒരു ദിവസം 1440 മിനിറ്റ് ഉണ്ട് ഒരു ദിവസം. അൽ മൗത്ത് ബിൽ ഇറാദ 1440 വട്ടം ഒരു ദിവസം ഉണ്ടാകാം.
അങ്ങനെയുണ്ടാവും. മനസ്സിലായില്ലേ? ചിന്തിക്കുക. ഇതാണ് അൽ മൗത്ത് ബിൽ. അപ്പങ്ങനെ ആലോചിക്കുക, ഞാൻ മരിച്ചു, ഞാൻ മയ്യത്തുകൊണ്ട് പോവാ, എന്നെനിക്ക് മയ്യത്ത് കട്ടിൽ കിടന്ന് പറയാൻ കഴിയുമോ? നാട്ടുകാർ പറഞ്ഞ പോരല്ലോ, നാട്ടുകാർ നല്ല ആളാണ് പറഞ്ഞു. നമ്മൾ നല്ലാണോ അല്ലേ? നാട്ടുകാർക്ക് തിരിയില്ല, നമുക്ക് തിരിയുള്ളൂ. നമ്മൾ നല്ല കുപ്പായിട്ട് നല്ല തലയൊക്കെ പറയും നല്ല ആളാണ്, നാട്ടുകാർക്ക് അറിയില്ല. മനസ്സിലായില്ലേ? ബാത്തിന് അറിയുന്നവൻ അവനറിയും, റബ്ബിനും അറിയും. നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചതെന്ന് ഓരോ നഫ്സും ആലോചിക്കണം. ഇതാണ് അൽ മൗത്ത് ബിൽ ഇറാദ. വളരെ ചിന്തിക്കണം. മനസ്സിലായോ? ഞാൻ മരിച്ചാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? പത്രത്തിൽ റഹ്മത്തുള്ളാഹി ഖാസിമി മരിച്ചു എന്ന് വന്നതുകൊണ്ടും അദ്ദേഹം അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടും അള്ളാഹുവിനൊരു തീരുമാനം ഉണ്ടാവില്ല. നാട്ടുകാർക്ക് ഒരുത്തരം പൊളി അറിവേ ഉണ്ടാവും. മനസ്സിലായോ? ചിന്തിക്കണം. നാട്ടുകാർക്ക് ഒരുത്തരം പൊളി അറിവേ ഉണ്ടാവും, ഉള്ളറിയില്ല. വളരെ ചിന്തിക്കണം. നേരെ മറിച്ച് ഞാൻ എന്റെ കാര്യം ഇങ്ങോട്ട് നോക്കി എന്നെ തന്നെ നോക്കി. ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഈ പറഞ്ഞ കാര്യം. ഇതിന്റെ ഒരു കമ്മി നമുക്കൊക്കെ ഉണ്ട്. ഈ പ്രശ്നത്തോടുകൂടി നമ്മളെ പ്രശ്നം മൊത്തം പരിഹരിക്കും. ഒരു മനുഷ്യൻ നന്നാവണമെങ്കിൽ 10 മാർഗങ്ങളുണ്ട്. 10 കാര്യങ്ങൾ കൂടിയാൽ ഒരു മനുഷ്യൻ നന്നാവും എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചു. അതിൽ ഒന്നാമത്തെ തൗബയാണ്. എന്താണ് ഈ തൗബ? തൗബ അൽ മൗത്ത് ബിൽ ഇറാദയാണ്. അല്ല, തൗബ എന്നാണ് ഒരാൾ ചൊല്ലിക്കൊടുത്ത് വേറൊരാൾ ചൊല്ലി തെറ്റല്ല. പക്ഷെ അതല്ല, അങ്ങനെ ചെയ്യുന്ന തെറ്റുണ്ടോ? ഒരിക്കലും തെറ്റില്ല, അത് നന്മയാണ്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ആയിരുന്നു, നിങ്ങൾക്ക് ആമീൻ പറയാത്ത നന്മയാണ്. പക്ഷെ ഇതിൽ 2 വിഭാഗം ഉണ്ടാവും. ഒന്ന്, റബ്ബേ ഇത് കിട്ടണല്ലോ എന്ന് വിചാരിച്ച് കരഞ്ഞും ഹുദൂറുൽ ഖൽബോട് കൂടിയും ഈ ദ്വായിൽ പങ്കെടുക്കുന്നവനും ഉണ്ടാവും. ഗാഫിലായി ഇതിൽ പങ്കെടുക്കുന്നവനുണ്ടാവും. ഗാഫിലായി പങ്കെടുക്കുന്നവനും ദ്വായും തമ്മിൽ ഒരു ബന്ധമില്ല. മനസ്സിലായോ? സദസ്സിലെല്ലാവരും ഉണ്ട്. നീ ദ്വാരക്കുന്ന എന്റെ കാര്യം അങ്ങനെ തന്നെ. ഞാൻ അങ്ങനെ പറയാൻ തോന്നുന്നു, എന്റെ മനസ്സെവിടെയാണ്. എല്ലാരും ആമീൻ പറയുന്നവൻ ചിലപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, ദ്വാരക്കുന്നവൻ ഗാഫിലായിരിക്കും. അങ്ങനെ വരും. മനസ്സിലായില്ലേ? ദ്വാരക്കണവന് സ്വിച്ചിട്ട് മാറി അങ്ങനെ ദ്വാരക്കും. അവൻ പഠിച്ച ചോക്കാട് ദ്വാരക്കും. നോക്കി ആമീൻ പറഞ്ഞവൻ പഠിച്ചവനെ റബ്ബേ ഓനെ ഉത്തരം കിട്ടും, ദ്വാരക്കുന്നവന് ഉത്തരം കിട്ടൂല. എന്തുകൊണ്ട്? അവന് ഗാഫില. മനസ്സിലായില്ലേ? ചിന്തിക്കണം. തൗബ എന്ന് പറഞ്ഞാൽ എന്താ? തൗബ എന്ന് പറഞ്ഞാൽ ചില പദങ്ങൾ ചൊല്ലുന്നതല്ലേ? ചൊല്ലിക്കൂടെ? ചൊല്ലിക്കൊടുത്തൂടെ? ചൊല്ലിക്കൊടുക്കാം. അതിന് ചൊല്ലിക്കൂടെ? അതൊന്നും അല്ല തൗബ. തൗബ എന്ന് പറഞ്ഞാൽ മിനൽ മആസി വമിൻ ജമീഇ സല്ലാത്തി, എല്ലാ തെറ്റുകുറ്റങ്ങൾ കാലിടർച്ചയിൽ നിന്നും ഒഴിവായി അള്ളാഹുവിലേക്കൊരു മനുഷ്യൻ അത് വീഴുക. അള്ളാഹുവിലേക്കത് വീഴുക. അവൻ അവൻ്റെതാണ് കുറ്റം പറഞ്ഞ അങ്ങോട്ട് വീഴുക. മനസ്സിലായോ? ചിന്തിക്കണം. ഒരു കുറ്റം കാരണം, ഒരു മോശം കാരണം ഭാര്യയെ ഭർത്താവ് പോരെ കൊണ്ടാക്കി. പിന്നെ അവള് കരഞ്ഞു പറഞ്ഞ അവളെ കുടുംബം കൊണ്ടുവന്നില്ല. മനസ്സിലായോ? അവൾ തന്നെ പലവട്ടം വിളിച്ചു, ഫോൺ എടുത്തില്ല. അവനും അവന്റെ പൊലക്കാരി എന്ത് പറഞ്ഞു? ഇതിന് തലാഖല്ലാത്തൊരു പരിപാടി ഇതിനില്ല. തൊലാഖിനെതിരെ വർത്താനല്ല. എന്താ അവസ്ഥ? ഞങ്ങൾ തരാം. തൊലാഖല്ലാത്തൊരു പരിപാടി ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ തൊലാഖിനേ ഉള്ളൂ, ഞങ്ങൾ വേറെ ഒന്നിനില്ല. ഉറപ്പിച്ചു. പെണ്ണിനാണെങ്കിലോ, പെണ്ണിന് ചില ദുശീലങ്ങൾ ഉണ്ട് എന്നത് ശരിയാ. പക്ഷേ അവനെ വിട്ടുരാൻ നോക്കി തയ്യാറില്ല. ഇവനാകട്ടെ ഈ ദുശീലങ്ങൾ സഹിച്ചിട്ട് ഇനി ഇത് മുന്നോട്ട് പോകാൻ കഴിയുമില്ല. അതേ സമയത്ത് അവൾ എന്ത് ചെയ്യാ? ഇനി അവൾക്കൊരൊറ്റ പരിപാടിയുള്ളൂ. എന്ത്? ഫോണും ഒന്നുമല്ല പരിപാടി. ഇനി ഫോണൊന്നുമല്ല പരിപാടി. പിന്നെ എന്താ ചെയ്യാ? ആരോരും ശ്രദ്ധിക്കാതെ പെട്ടെന്ന് വരിക. മനസ്സിലായോ പറഞ്ഞത്? ആർക്ക് വേണ്ടിയോ തുറന്നു വെച്ച വാതിലൂടെ കയറുക. അവൾ മുട്ടിയെ ചിലപ്പോ തുറക്കൂല. എന്തുകൊണ്ട്? ഈ വാതിൽ അടപ്പിച്ച് അവള് പോയത്. എങ്ങനെയോ തക്കം നോക്കി ഉള്ളിൽ കയറുക. സെറ്റിയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ബെഡിൽ കിടക്കുന്ന അവന്റെ 2 കാലും കൂട്ടിപ്പിടിച്ച് കാലിലേക്ക് വീഴാ. മാപ്പാക്കണം, എനിക്ക് നിങ്ങൾ വിട്ടുവരാൻ കഴിയില്ല. ഇനി അതിനൊന്നും പറയാനുമില്ല. അന്ന് വൈകുന്നേരം മധ്യസ്ഥന്മാർ വെച്ച തൊലാഖിന് തീരുമാനിച്ചതാ. പക്ഷെ ഇനി അവനൊന്നും പറയാനില്ല. മനസ്സിലായില്ലേ? ഒരു മാന്യനായ മനുഷ്യൻ ഒന്നും പറയും. എന്റെ കാൽമേക്ക് വീണു. ഇതന്നെ തൗബ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഇതാണ് എന്ത്?
കാരണം അള്ളാഹു നമുക്കൊരു ഫ്രെയിം തന്നിട്ടുണ്ട്. ആ ഫ്രെയിമാണ് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്കൊരു മാതൃകാ പുരുഷനെ തന്നിട്ടുണ്ട്. അതാണ് മുഹമ്മദ് മുസ്തഫ. ആ മുഹമ്മദ് മുസ്തഫ ഖുർആൻ പ്രാവർത്തികമാക്കി നമ്മളെ മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത് പ്രവർത്തിച്ച ഒരു ആ സ്വഹാബിനെയും നമുക്ക് തന്നിട്ടുണ്ട്. അതനുസരിച്ച് ജീവിച്ച 14 നൂറ്റാണ്ടിലെ കോടിക്കണക്കായ ഇമാമിങ്ങളെയും തന്നിട്ടുണ്ട്. കോടിക്കണക്കായ മുഅ്മിനീങ്ങൾ, ഇമാമിങ്ങൾ, ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ ഇല്ല എന്ന് ആരെങ്കിലും വാദിച്ചാൽ അവൻ പാപിയാണ്, സംശയം വേണ്ട. അങ്ങനത്തെ ആളുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നൊരാൾ വാദിച്ചാൽ പാപിയാണ്. അള്ളാഹു പാപിയാവുന്നതിനെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മഹാന്മാരായ അള്ളാഹിന്റെ ആരിഫീങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. كانت أخلاقهم أخلاق القرآن كانت أخلاقهم القرآن رسول الله ജീവിച്ചതുപോലെ അവരെ അഖ്ലാഖും ഖുർആനായിരുന്നു. മഹാന്മാരായ അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ അല്ലാഹുവിന്റെ ദർജകളെ ഏറ്റി കൊടുക്കട്ടെ. അല്ലാഹുവിന്റെ ദർജകളെ ഏറ്റി കൊടുക്കട്ടെ. അല്ലാഹുവിന്റെ ദർജ ഏറ്റി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട സഹീൽ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറ്റി കിതാബുകൾ രേഖപ്പെടുത്തിയത് ഈ ആഴ്ച ഞാൻ പരിശോധിച്ചപ്പോൾ കണ്ടു. മഹാനായ ലോകം കണ്ട ആരിഫായിരുന്നു സഹീൽ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു. പിൽക്കാലഘട്ടത്തിലെ ഇമാമിങ്ങളെല്ലാം പറഞ്ഞു കാന മിൻ അഹ്ലില്ലാ, അദ്ദേഹത്തിന്റെ കുടുംബക്കാരനായിരുന്നു. എന്തുകൊണ്ട്? അഖ്ലാഖുഹു അൽ ഖുർആൻ, അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. മഹാനായ സഹീൽ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ താരീഖ് പരിശോധിച്ചപ്പോൾ ഈ ആഴ്ച ഞാൻ കണ്ടു പല ഇമാമികളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹ്ലുൻ കാന മിൻ അഹ്ലില്ലാ, സഹ്ൽ അല്ലാഹുവിന്റെ കുടുംബമായിരുന്നു. എന്റെ മൻ കാന ഖുലുഖുൽ ഖുർആൻ കാന മിൻ അഹ്ലില്ലാ, മൻ കാന ഖുലുഖുൽ ഖുർആൻ, ആരുടെയെങ്കിലും സ്വഭാവം ഖുർആനായാൽ കാന മിൻ അഹ്ലില്ലാ, അവൻ ആരിൽപ്പെട്ടതാണ്? അവൻ അല്ലാഹുവിന്റെ കുടുംബക്കാരനാണ്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. ഉറക്കെ പറയൂ, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അഹ്ലുസ് സുന്നയുടെ മഹാന്മാരായ ഇമാമിങ്ങളിൽ ഒരാളാണ് സഹീൽ ബിൻ അബ്ദുല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ വലിയ നേതാവായിരുന്നു സഹീൽ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു. ഉറക്കെ റളിയല്ലാഹു അൻഹു പറ. ഇതൊന്നും വെറുതെ പറയല്ല, ഇതൊക്കെ നിഷേധിക്കുന്നവർ ഇവിടെയുണ്ട്. അവർക്കൊക്കെ പോയി പണി നോക്കാം. എന്തുകൊണ്ട്? അങ്ങനെയുള്ള ആളുകളെയും അല്ലാഹു നമുക്ക് നമ്മുടെ കാണാമറയത്തെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ തൊട്ട് മുന്നിൽ അല്ലാഹു തആല അവരെ നമുക്ക് തന്നിട്ടുണ്ട്. അവരെ പോലെ ജീവിച്ചാൽ മതി. വെറും ഖുർആൻ മാത്രമല്ല, അതിനൊരു നബിയെ തന്നു. ആ നബി വാർത്തെടുത്ത ഒരു സ്വഹാബത്തിനെ തന്നു. ആ സ്വഹാബത്തിൽ നിന്ന് വാർത്തു വാങ്ങിയ താബിഈങ്ങൾ, താബിഉ താബിഈങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അങ്ങനത്തെ ആളുകളും നമ്മൾ ഒരു പ്രശ്നമില്ല. അങ്ങനത്തെ ആളുകൾ ഇന്നുണ്ട്. ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവർ ഇന്നുണ്ട്, എന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ മഞ്ഞ് പെയ്യുന്നത്, അതുകൊണ്ടാണ് മഴ പെയ്യുന്നത്, അതുകൊണ്ടാണ് നേരം വെളുക്കുമ്പോൾ തണുപ്പുണ്ടാവുന്നത്, അതുകൊണ്ടാണ് ഉച്ചക്ക് സൂര്യൻ കയറി വരുന്നത്, അതുകൊണ്ടാണ് സൂര്യൻ അസ്തമിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ കാറ്റും മഴയും വെള്ളവും വെളിച്ചവും കൈക്കനികളും ഉണ്ടാകുന്നത്. അതൊക്കെ എന്താ കാരണം? അള്ളാഹുവിന്റെ അഹ്ലി ഇവിടെ ഉണ്ട്, അവർക്ക് വേണ്ടിയാണ്. മറ്റുള്ളവർ അങ്ങനെയല്ല. മറ്റുള്ളവർ അവർക്ക് അർഹതല്ലാത്ത തിന്ന് ഇതിനൊരു കണക്ക് കൊടുക്കേണ്ടി വരും. മുഅ്മിനീങ്ങൾ അങ്ങനെയല്ല. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല ഇതൊക്കെ വിധിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഖുൽ മൻ ഹറമ സീനത്തല്ലാഹ് التي أخرج لعباده والطيبات من الرزق قل من حرم زينة الله التي أخرج لعباده അവന്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടിയാണ് അല്ലാഹു ഈ വിഭവങ്ങളെല്ലാം ഒരുക്കിയത്. വത്വയ്യിബാതി മിനർ റിസ്ഖ്, റിസ്ഖിലെ ഏറ്റവും നല്ല റിസ്ഖ് അല്ലാഹു തആല എല്ലാ തോന്നിയാസിക്കും വേണ്ടി പടച്ചതല്ല. പിന്നെ ആരാ? ലിഇബാദിഹി, ലിഇബാദിഹി. قل من حرم زينة الله التي أخرج لعباده. അല്ലാഹു തആല ഈ അലങ്കാരങ്ങളെല്ലാം വത്വയ്യിബാതി മിനർ റിസ്ഖ്, പരിശുദ്ധ ഖുർആനാണ് ഈ പറയുന്നത്. നല്ല നല്ല വിഭവങ്ങളും ഭക്ഷണങ്ങളും അല്ലാഹു ആർക്കിറക്കിയതാണ്? പറയാ, ആർക്കുണ്ടാക്കിയതാണ്? അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക്. അതൊന്നും തിന്ന് ആയിട്ടില്ലെങ്കിൽ തിന്നുന്ന അല്ലാഹുക്ക് ഇഷ്ടമല്ലടാ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ്. അല്ലാഹുവിന്റെ മുതലാണ്, അല്ലാഹുവിന്റെ മുതലാണ്, അല്ലാഹുവിന്റെ മുതലാണ്, അല്ലാഹുവിന്റെ മുതലാണ്. അല്ലാഹ് നിങ്ങളൊരു സൽക്കാരത്തിന് 100 ആളെ വിളിച്ച്, മനസ്സിലായോ? എവിടുന്നോ കയറി വന്നവൻ പാത്രത്തിൽ കൈയിട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടം വരുമോ? നിങ്ങൾ മാന്യനായതുകൊണ്ടൊന്നും മിണ്ടൂല, പക്ഷേ ഇഷ്ടം ഉണ്ടാവില്ല. നിങ്ങൾ 100 ആൾക്ക് വേണ്ടി ഒരു സൽക്കാരത്തിന് ഭക്ഷണം ഒരുക്കി. എവിടുന്നോ കയറി വന്നവൻ, ഈ VIP-കൾക്ക് ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ എവിടുന്നോ കയറി വന്നവൻ അനുവാദം പോലും ചോദിക്കാതെ കൈയിട്ട് വാരി തിന്നാൽ മാന്യനായ നിങ്ങൾ എതിർക്കൂല, പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമല്ല.
ഖുൽ മൻ ഹറമ സീനത്തുല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി. അല്ലാഹു തന്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി തയ്യാറാക്കിയതാണ് ഈ വിഭവങ്ങളെല്ലാം. എല്ലാം ഇഷ്ടദാസന്മാർക്കാണ്. വത്വയ്യിബാതി മിനർ റിസ്ഖ്, വത്വയ്യിബാതി മിനർ റിസ്ഖ്, നല്ല ഭക്ഷണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഒരുക്കി വെച്ചത് ആർക്ക് വേണ്ടിയാണ്? പറയ്, അല്ലാഹുവിന്റെ ചിന്തിക്ക്. സ്വർഗ്ഗം മാത്രമല്ല, ഇവിടുത്തെ ഭക്ഷണം മുഅ്മിനീങ്ങൾക്ക്. ഖുൽ മൻ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി വർക്കെ മനസ്സിൽ നിന്ന് ഹസ്ബി റബ്ബി മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് അല നബി സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് على النبي صلى الله لا إله إلا الله. ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിക്കുമ്പോൾ ആലോചിക്കണം, ഞാൻ റബ്ബിന്റെ ഇഷ്ടദാസനാണോ? ഖുൽ മൻ ഹറമ സീനത്തുല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി. അല്ലാഹു തന്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടിയാണ് ഈ സൗന്ദര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടുള്ളത്. ഈ അലക്കാരെ മനസ്സിലാവാൻ പറഞ്ഞു വലിയ വർത്താനാ. അവർക്കൊരിക്കലാണ് മറ്റൊരു കൈയിട്ട് വരിക, ഒരു കണക്ക് കൊടുക്കേണ്ടി വരും. ഇവർക്ക് കണക്ക് കൊടുക്കണ്ട. മനസ്സിലായില്ല? മറ്റൊരു ബില്ലുണ്ടോ? പിന്നെ ബില്ലില്ല. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലാവേണ്ട പറഞ്ഞ ചിന്തി. പള്ളികളെ മൂല്യരോടും മുക്കരോടും ഹോട്ടൽക്കാരൻ പറഞ്ഞു, എൻ്റെ പള്ളിൻ്റെ സെക്രട്ടറിയാണ് ഹോട്ടൽക്കാരൻ. നാട്ടിലേക്ക് ഭക്ഷണം കൊടുക്കാൻ അന്നത്തെ കാലത്ത് പല പ്രയാസം, പല ബുദ്ധിമുട്ടാണ്. നേരത്തിന് ചിലപ്പോൾ ഭാര്യക്ക് കുട്ടികളെ സ്കൂളിൽ മീറ്റിങ്ങോ മറ്റൊരു ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സെക്രട്ടറി ഏറ്റു ഭക്ഷണം എൻ്റെ ഉണ്ട്. എൻ്റെ സെക്രട്ടറിക്ക് അതിനായിട്ട് പൂച്ചക്ക് കലമാക്കണ്ട. എന്തുകൊണ്ട് അറിയേ? മൂല്യർക്ക് ഹോട്ടലുണ്ട്. അപ്പം നേരത്തെ തന്നെ വിളിച്ച്, എന്ത് നിങ്ങൾ ബേജാറാണ്ട് ഉസ്താദെ, നിങ്ങൾ നമ്മളെ ഹോട്ടലിൽ നടക്കണ ആലത്തോളം മൂല്യർക്ക് മുക്കർക്കും ഇനി ആരെങ്കിലും പള്ളിക്ക് വല്ല മുസാഫിരിങ്ങൾ വന്നാൽ അവരെയും കൂട്ടിക്കൊണ്ടുവന്നോളൂ. ഉദാരമതിയായ സെക്രട്ടറിയാ, നല്ല മനുഷ്യന്മാരെ. ഭക്ഷണം എത്ര കൊടുത്താലും ഇനി അള്ളാഹു താല ആ അളവിൽ ആ ദോഷിക്കല്ല പുറത്തു കൊടുക്കും. അള്ളാഹു താല നമുക്ക് പുറത്തേരട്ടെ. എത്രയും ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം കൊടുക്കുന്നതിൽ വിമുഖത കാട്ടരുത്. അള്ളാഹുവിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? എന്ത്? ഈ ത്വാമുൽ മസാക്കീൻ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കും. അതൊരിക്കലും ഒഴിവാക്കരുത്. ഞാൻ ഇടക്കങ്ങളോട് പറയാണ്, അത് ഒരിക്കലും ഒഴിവാക്കരുത്. കുടുങ്ങിയ മനുഷ്യന്മാരെ തേടി നടന്നിട്ട് ആരും അറിയാതെ അവർക്ക് ഭക്ഷണത്തിന് വകുപ്പുണ്ടാക്കി കൊടുക്കുക. എന്നാൽ ദോഷമുള്ള പുറത്തേരും. എന്തുകൊണ്ട്? അള്ളാന്റെ അവരൊക്കെ എല്ലാവരും അള്ളാഹുവിന്റെ ആശ്രിതരാ. ഒരു തലേന്ന് രാത്രിയും പട്ടിണി നടക്കുമ്പോൾ എന്താ പറയാ? അല്ലാ ഉച്ചക്ക് നിങ്ങൾ എന്തെങ്കിലും കൊണ്ടേ കൊടുത്താൽ അവർക്ക് അള്ളാന്ന് അവർ ചെയ്ത ദുആക്ക് നിങ്ങൾ വഴി അള്ളാഹ് ഉത്തരം തന്നു. അപ്പൊ നിങ്ങൾ അള്ളാന്റെ പ്രതിനിധിയാണ്. കുടുങ്ങിയവനെ കൊടുക്ക്. ഒരിക്കലും ലുബ്ധനാകരുത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വിഷയം തെറ്റിപ്പോകരുത്. ഞാൻ തിരിച്ചു വരിക. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അപ്പൊ ഈ മനുഷ്യൻ അവിടെ എന്തില്ല? വേറെ വിഷയം പിന്നെ പറയാം. ഈ മനുഷ്യന് ഹോട്ടല് മൂല്യരും മുക്കറിയും ചിലപ്പോൾ പള്ളിക്കാരെ വംസാഫിര്യങ്ങൾ വരും. ഇയാൾക്കുറപ്പാ. അത് അവർക്ക് അയാൾ കരുതി വെച്ചതുവാ. 100 ഭക്ഷണമുണ്ട്, 95 ഭക്ഷണം പോയി. മൂല്യരും മുക്കറിയും വന്നിട്ടും ഇല്ല. അപ്പോൾ ഒരു കാറ് വന്ന് നിർത്തി. ചോറുണ്ടോ? ഇല്ല. ചോറില്ലേ? മനസ്സിലായില്ല? 95 ഭക്ഷണം 100 ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് ഹോട്ടലിൽ. 95 ഭക്ഷണം പോയി കഴിഞ്ഞു. 95 ബിരിയാണി വിളമ്പി, അത് പോയി. ഇനി 5 ബിരിയാണി ബാക്കിയുണ്ട്. മൂല്യരും മുക്കറിയും ഒറ്റയ്ക്ക് വരില്ല, എങ്കിലും ഒപ്പുണ്ടാവും. ഇങ്ങനെ 5 ബിരിയാണി ഉണ്ട്. അപ്പോൾ ഒരു കാറ് അവിടെ നിർത്തി. ഒരു കാറുണ്ട്, വേറൊരാളുണ്ട്, 2 ആളുകളുണ്ട്. അവർ 1, 2, 3 ആളേ ഉള്ളൂ. ചോറുണ്ടോ? ചോറുണ്ടോ? ഇല്ല. ചോറില്ല. ചോറില്ലേ? ഉണ്ട്. എന്ത്? റിസർവേഷനാ. അതിന് ബില്ലും ഇല്ല. മനസ്സിലായോ പറഞ്ഞത്? അത് റിസർവേഷനാ, അതിന് ബില്ലില്ല. മനസ്സിലായോ? ബില്ലില്ല. മനസ്സിലായില്ലേ? എന്നതുപോലെ നിങ്ങൾക്ക് ഇതിന് ബില്ലില്ല. എന്തുകൊണ്ട്? ഈ സൽക്കാരം അല്ലാഹു തആല ആർക്ക് ഉണ്ടാക്കിയതാ? ഖുൽ മൻ ഹറമ സീനത്തുല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി അഖ്റജ ലിഇബാദിഹി വത്വയ്യിബാതി മിനർ റിസ്ഖ്. നല്ല ഭക്ഷണങ്ങളും അലങ്കാരങ്ങളും അല്ലാഹു ആർക്കൊരുക്കി വെച്ചതാണ്? അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും.
اللهم اجعلنا منهم اللهم اجعلنا منهم بمحض فضلك يا ذا الجلال والإكرام. അല്ലാഹുവേ നിന്റെ ഫضലുകൊണ്ട് നീ ഞങ്ങളെ കൂട്ടിത്തരണം പടച്ചോനെ. അല്ലാഹ് മനസ്സിലാക്കണം, ചിന്തിക്കണം. അവർക്കാണ് അല്ലാഹു ഒരുക്കിച്ച്. മനസ്സിലായില്ലേ? അപ്പോൾ അല്ലാഹുവിന് ദോഷം ചെയ്ത് നമ്മളൊരു ഭക്ഷണം കഴിച്ചാൽ അതിന് ബില്ലുണ്ട്. അത് അല്ലാഹുവിന് നാളെ സുആൽ ഉണ്ടാകും. ثم لتسألن يومئذ عن النعيم. ചോദ്യം ഉണ്ടാവും, അതിന് ബില്ലുണ്ടാവും, അതിന് കണക്കുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ ഇവിടെ എന്താ വിഷയം? ഏതൊരു കാര്യം ആസ്വദിക്കണമെങ്കിലും എന്ത് വേണം? അല്ലാഹുവിന്റെ അടിമയാകണം. ഒരു ശ്വാസം ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്വയ്യിബാതി മിനർ റിസ്ഖ്. ഈ ത്വയ്യിബാത്തിൽ പെട്ടതാണ് എന്ത്? അൽ ഹവാ, ഈ ശ്വാസം, അൽ മാ, ഈ വെള്ളം. ഒക്കെ അല്ലാഹു മനസ്സിലായില്ലേ? എന്താ വെള്ളം, വായു. മനസ്സിലായോ പറഞ്ഞത്? ഇതൊക്കെ അല്ലാഹു തന്റെ ഇഷ്ടദാസന്മാർക്ക് ഒരുക്കി വെച്ചതാണ്. അത് നമ്മൾ ചോദിക്കാതെ തിന്നു. നിയമം പാലിച്ചതും ഇല്ല, നിയമം പാലിച്ചതും ഇല്ല. നിയമം ഉണ്ടാവും, ഓരോന്നും നിയമമുണ്ട്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഓരോന്നിനും നിയമമുണ്ട്, ഓരോന്നിനും നിയമമുണ്ട്. എന്തിനുണ്ടാവും? അത് അവർക്ക് വേണ്ടിയാണ്. ഞാനൊരിക്കൽ കൈറോവിൽ ഒരു ഹോട്ടലിൽ താമസിച്ചു. ഒരു 5-8 കൊല്ലം മുമ്പാണ്. ഒരു യാത്രയിൽ ഞാൻ ഈജിപ്തിന്റെ തലസ്ഥാനമായ കൈറോവിൽ ഒരു ഹോട്ടലിൽ താമസിച്ചു. വേറെ ആളുണ്ട്, എന്താ പറയുക, മോങ്ങത്തെ വേങ്ങരക്കാരൻ അയ്യൂബ് എന്നുള്ള ഒരു സഹോദരനും കൂടെ ഉണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടെ ഹോട്ടലിൽ താമസിക്കും. വേറെ ആളുകൾ അങ്ങനെ താമസിക്കാം. അപ്പോൾ ആ ഹോട്ടലിൽ വലിയൊരു പൂളുണ്ട്. അന്ന് നമ്മുടെ നാട്ടിലൊന്നും സ്വിമ്മിംഗ് പൂളൊന്നും ഇല്ലാത്തൊരു കാലമാണ്. അപ്പോൾ ഈ സുലാലത്തുൽ മാവ് എന്ന് പറഞ്ഞാൽ എന്തൊരു നല്ല വെള്ളി പോലത്തെ വെള്ളം. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഹോട്ടലിൽ മുറിയെടുത്തതിൽ താമസിച്ചപ്പോൾ വലിയ സന്തോഷമായി. എന്തുകൊണ്ട്? ഇക്കാലം വരെ എന്തില്ല, നമ്മളിങ്ങനത്തെ ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതിലൊന്ന് കുളിക്കാൻ നമുക്കൊരു ആഗ്രഹം. എന്തില്ല, വലിയ സ്വിമ്മിംഗ് പൂള്, അതിൽ കുളിക്കാൻ വലിയ സന്തോഷമായി. രണ്ടാൾക്കും സന്തോഷമായി. നമുക്ക് കുളിക്കാലോ, റാഹത്തായി, വൈകുന്നേരം വെയിലറിയാൽ നമുക്ക് അതിൽ പോയി കുളിക്കണം എന്ന് ഞങ്ങൾ രണ്ടാളും തീരുമാനിച്ചു. അങ്ങനെ എന്തേത് അങ്ങനെ, കാരണം ഈ ഹോട്ടലിലെ ആളുകൾക്ക് വേണ്ടിയുള്ളതാണല്ലോ ഈ സ്വിമ്മിംഗ് പൂള്. പുറത്തുനിന്നല്ല, ഹോട്ടലിൻ്റെ ഉള്ളിലുള്ളതാണ്. അപ്പൊ അത് വലിയ വലിയ ലക്ഷറി ഹോട്ടലാണ്. അപ്പൊ എന്തേത്, ഞങ്ങൾ അസറൊക്കെ നിസ്കരിച്ച് രണ്ടാളും കൂടെ കുളിക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ അതിൽ രണ്ടാളും ഇറങ്ങി മുങ്ങിയപ്പോഴത്തിന് അളവ്. യുവർ ഓണർ, അത് നടക്കൂല. എന്തേന്ന് വെച്ച് നിയമങ്ങൾ തെറ്റിച്ചു. എന്താന്ന് വെച്ച് നിങ്ങൾ ഈ തുണിയപ്പാട്ടത്തിൽ ചടാൻ പറ്റൂല. ഇതിന് വേറെ വസ്ത്രം വാങ്ങണം. ഇവിടെ അതിന് കൗണ്ടറിൽ പോയാൽ മുങ്ങാനുള്ള വസ്ത്രം തരും. പൈസ ഒന്നും നിങ്ങൾ കൊടുക്കണ്ട. നിങ്ങളെ വസ്ത്രത്തിൽ എന്താ ഇക്കേണ്ടതെന്ന്, നിങ്ങളെ വലിയ രോഗാണുക്കൾ ഉണ്ടോ എന്ന് കമ്പനിക്ക് അറിയില്ല. ഇത് ശുദ്ധീകരിക്കപ്പെട്ട വെള്ളമാണ്. ഈ വെള്ളത്തിൽ പല ആളുകളും കുളിക്കും, പലതും മൂക്കിൽ പോവും, വയറ്റിൽ പോവും. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളിപ്പോൾ ഇറങ്ങിയ ഈ വസ്ത്രത്തിൽ രോഗാണുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളും മരിക്കും, മറ്റുള്ളവർക്കും രോഗം വരും, മരിക്കും. അത് പ്രശ്നമാണ്. അത് ഞങ്ങൾക്ക് ചോദ്യം വരും. ഇതൊരു ഉത്തരവാദിത്തപ്പെട്ട ഹോട്ടലാണ്. മനസ്സിലായോ? അപ്പൊ ഞങ്ങൾ ശുദ്ധീകരിച്ച അതിന്റെ എന്ത് തരും? ഞങ്ങൾ ലോബിയിൽ വന്നാൽ അവിടെ നിങ്ങൾക്ക് വസ്ത്രം തരും. ആ വസ്ത്രങ്ങൾ മാറ്റാനുള്ള സ്ഥലം തരും. നിങ്ങളെ വസ്ത്രം അവിടെ വെച്ച് വെക്കുക, നിങ്ങളെ പൈസ അവിടെ വെക്കുക, ഉത്തരവാദിത്തത്തോടു കൂടെ വെക്കും. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാ? ഇത് വാങ്ങാം. എന്നിട്ട് ചാടിയാൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ എത്ര മണി വരെയും ചാടിക്കോളൂ. ഇതൊരു സമയമുണ്ട്. ആ സമയം വരെ നിങ്ങൾ ഇതിന് കയറിയേ വേണ്ട, ഒരു പ്രശ്നമല്ല. പക്ഷെ എന്തുണ്ട്? നിയമമുണ്ട്. മനസ്സിലായോ? എന്നതുപോലെയാണ് ഇതൊക്കെ നമുക്ക് തിന്ന, ഈ വായു നമുക്ക് ശ്വസിക്കാം, ഈ വെള്ളം കുടിക്കാം. പക്ഷെ എന്തുണ്ട്? നിയമമുണ്ട്. ക്ഷണ പേടിക്കണം, 5 വക്ത് നിസ്കരിക്കണം, ഹറാമ് ചെയ്യരുത്, ഹലാല് ചെയ്യണം. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ എഴുതി തന്നിട്ടുണ്ട്. ആ നിയമമാണ് ഖുർആൻ. ആ നിയമം പാലിച്ച് കാണിച്ചെന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അല്ലാതെ നിങ്ങൾ തോന്നിയ മതി ചാടാൻ പറ്റില്ല. قل من حرم زينة الله التي أخرج لعباده والطيبات من الرزق. ഇതെല്ലാം നിയമങ്ങളുടെ നിയമം അനുസരിച്ച് ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ആയുസ് മുഴുവൻ നിയമം നോക്കാതെ നമ്മൾ ജീവിച്ചു. അപ്പൊ എന്തായി? നമ്മളെ പൊരയെ കൊണ്ടയാക്കിയതാ. ആ വിവരം നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ പുതിയാപ്പളുടെ കാലിക്ക് തലാഖിന് വെച്ചതുമാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. തലാഖിന് വെച്ചാ ഞാൻ അവനെ ഒഴിവാക്കി അള്ള പറയാൻ വെച്ച. പിന്നെ റഹ്മാനായ റബ്ബ് നമ്മൾ നേരിട്ട് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. മലക്കളോട് പറഞ്ഞിട്ടുണ്ടാവും, എങ്ങനെ പോകുകയാണെങ്കിൽ ഞാൻ ഒഴിവാക്കണം, കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഇനി എന്തേ ഉള്ളൂ? ഇനി ഒരു പരിഹാരമേ ഉള്ളൂ. എന്ത്? അടു വീഴ.
അതിനാണ് എന്ത് പറയാ? തൗബ. അതാണ് തൗബ. എന്റെ തൗബ ചെയ്യാൻ കാരണം അൽ മൗത്ത് ബിൽ ഇറാദ. നമ്മൾ മരണശേഷം ഒന്ന് ആലോചിച്ച് നോക്കി. എന്ത് മനസ്സിലായില്ല? ഹക്കായ തൗബക്ക് ഒരാളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താ? വേഗം പറയും. ഹക്കായ തൗബക്ക് ഒരാളെ പ്രേരിപ്പിക്കുന്ന ഘടകം ഇതന്നെ. മൂസക്കുട്ടിയെ പറയാ അൽ മൗത്ത് ബിൽ ഇറാദ. ഉദ്ദേശം ഒന്ന് വെച്ച് നോക്കി. ഇത് എപ്പോഴും ഉണ്ടാവുക? എപ്പോഴെങ്കിലും ഒരു വെള്ളം ഇട്ടപ്പണ തോന്നി? അതല്ല, ഈ അൽ മൗത്ത് ബിൽ ഇറാദ നമുക്ക് ഉണ്ടാവും. എപ്പോ? ഒരു വെള്ളം കേട്ടു, പഠിച്ചോനെ ആലോചിച്ചു, അത് കഴിഞ്ഞു ചെയ്തു. അത് പറ്റൂല. സദാസമയം വേണം. മനസ്സിലായില്ലേ? മൂത്തു ഖബ്ല അൻ തമൂതു. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് മരിക്കുവീൻ. മുഹമ്മദ് മുസ്തഫ അല്ലാഹ് ഇതിനാണ് എന്റെ തൗബ എന്ന് പറയുക. തൗബ ഒരു മരണാണ്. തൗബ ഒരു മരണാണ്. തൗബ ഒരു മരണം. ചിലപ്പോൾ എന്ത് ചെയ്യും? ഒരു കത്തി നിൽക്കുന്ന കച്ചവടം നിർത്തി. പെണ്ണുങ്ങൾ കുറ്റം പറഞ്ഞു, കുട്ടികൾ കുറ്റം പറഞ്ഞു, കുടുംബം കുറ്റം പറഞ്ഞു. കത്തി നിൽക്കുന്ന കച്ചവടം നിർത്തി. ഒരാൾ എന്നോട് പറഞ്ഞിട്ട് കത്തി നിൽക്കുന്ന കച്ചവടം ഞാൻ നിർത്തിയ സ്ഥലം. എന്തുകൊണ്ട്? ഈ കച്ചവടത്തിൽ അള്ളാഹ്നൊക്കെ പൊരുത്തപ്പെടിക്കാൻ കയ്യിലാണ് എനിക്ക് ബോധ്യപ്പെട്ടു. മറ്റൊരു ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സമാനിലുണ്ട് കത്തി നിൽക്കുന്ന കച്ചവടം. എന്റെ കത്തി നിൽക്കുന്ന കച്ചവടം ഇതിന് കത്തി ഒരു നിലക്ക് ഒരു അള്ളാഹ് എന്ന് പറയാൻ നേരം കിട്ടൂല. മര്യാദക്കൊന്ന് സമാധാനം സംസ്കരിക്കാൻ നേരം കിട്ടൂല. അതല്ലാത്തൊരു ശോലില്ല. രാവിലെ മുതൽ രാത്രി 11-12 മണി വരെ വീട് നടക്കുന്ന ഒരു കസ്റ്റമറാ നിർത്തി. ഞാൻ ആ ഏർപ്പാടം നിർത്തി. എത്ര 10,000 റുപ്യ ലാഭമുള്ള സമയത്ത് ഒറ്റ ക്ലോസ് ഇല്ല. ഈ കച്ചവടം എനിക്കുണ്ട്. എന്തുകൊണ്ട്? എനിക്ക് നാളത്തെ ഹയാത്ത് സർമദിയ ശാശ്വതമായ ജീവിതത്തിന് ഒന്നും ചെയ്യാൻ ഇവിടെ കഴിയുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ പെണ്ണുങ്ങൾ കുറ്റം പറഞ്ഞു, നാട്ടുകാർ കുറ്റം പറഞ്ഞു. കഴിഞ്ഞ് അവിടെ പോയി പെരിയ ഇങ്ങനെ വിട്ടിരുന്നു. പെരിയ പോയി വെറുതെ പുതിയ പണിയൊന്നുമില്ല, പുതിയ പണി പഠിച്ചിട്ടില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ. കച്ചവടം കൂടിയാലും പെണ്ണുങ്ങൾ കുറ്റം പറയും, കച്ചവടം പൊളിഞ്ഞാലും കുറ്റം. കച്ചവടം കൂടിയ പെണ്ണുങ്ങൾ എന്ത് പറയും? നിനക്ക് തന്നെ ഉള്ളൂ, മര്യാദക്ക് മനുഷ്യനോടൊന്നും മിണ്ടാങ്ങ് കയറണ്ട, ഞാൻ ഒഴിവാക്കിയാലോ. ഇങ്ങനത്തെ പോയത്തക്കാരനാണല്ലോ എന്റെ വാപ്പാക്ക് കിട്ടിപ്പോയത്. മനസ്സിലായി പറഞ്ഞത്? പെണ്ണുങ്ങള് കുറ്റം പറയാൻ തുടങ്ങി. നിങ്ങളിപ്പോ എന്ത് വിചാരിച്ചിട്ടാ? എന്താ പങ്ക ഉദ്ദേശം? ഒന്നുമില്ല, അയാളങ്ങനെ ഇരുന്നു. പിന്നെ അതൊരു വഴി തുറന്നു കൊടുത്തു. ആ വഴിയിൽ ആവറേജ് അങ്ങനെ ജീവിച്ചു പോകണം. അടിപൊളി കച്ചവടം. അങ്ങനെ പല ഏർപ്പാടുകൾ. ഹറാമ് കലർന്നപ്പോൾ നിർത്തിയ ആളുകളെ നമ്മളെ മുന്നിലുണ്ട്, ഈ ക്ലാസ്സിന് വരിലുണ്ട്. ഹറാമ് കലർന്നപ്പോൾ കച്ചവടത്തിൽ ഏർപ്പാടിൽ ഹറാമ് കലർന്നു എന്ന് ശരിക്കും ബോധ്യപ്പെട്ടപ്പോൾ ഒഴിവാക്കി. ആവൂല, അതാണ് സമാധാനം. ആവൂല. മനസ്സിലായില്ലേ? തന്നെ ചിലപ്പോൾ കത്തി നിൽക്കുന്ന ഏർപ്പാട് ഒഴിവാക്കേണ്ടി വരും. പിന്നെയോ പിന്നെ ചിലപ്പോ ലെവലായിക്കൊള്ളുന്നില്ല. പറവക്കാരനായ ഒരു സഹോദരൻ എൻ്റെ അടുത്ത് ഒരു 10 കൊല്ലം മുമ്പ് വന്നിട്ട് ബാങ്കിൽ വലിയ കാര്യമായ ജോലി ഉണ്ടായിരുന്നു. എന്നോട് വന്നാണ് ചോദിച്ചു, സാറേ പിന്നെ ഇങ്ങനെയാണ് ജോലി, നല്ല മാന്യമായ ശമ്പളം കിട്ടും, ചില കമ്മീഷനും കിട്ടും, ഇത് ഈ നിലക്ക് സ്വർഗം കിട്ടുമെന്നൊരു ഉറപ്പ് നിങ്ങൾ തരുമോ? അത് പറയാൻ കഴിയും? പറയാൻ പറ്റില്ല. എനിക്കെന്നൊരു ഉറപ്പ് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എന്തെങ്കിലും വഴി ഉണ്ടാക്കി തരുമോ? ഒരു വഴി ഉണ്ടാക്കി. എനിക്കതിന് കഴിയൂല, എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല. എനിക്കതിൽ ഉറപ്പ് ഇങ്ങനെ ബാങ്കിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ട് സ്വർഗം കിട്ടുമെന്ന് പറയാൻ എനിക്ക് കഴിയൂല. അത് കിട്ടുമോ കിട്ടൂല എന്ന് പറയാൻ എനിക്കറിയില്ല. അള്ളാഹു ആലം. ഈ എടുക്കുന്ന ജോലിയിൽ അള്ളാഹു തആല ഗ്രീൻ കാറ്റഗറിയിൽ തന്നെ എന്നെ സ്വർഗത്ത് കൊണ്ടുപോകുമെന്ന് പറയാൻ എനിക്ക് കഴിയൂല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, എങ്ങനെ കഴിയൂലെങ്കിൽ പിന്നെ എനിക്കും കഴിയൂല. പണി ഒഴിവാക്കി. കൂട്ടം കുടുംബം പോകണം ചെയ്തു. പിന്നെ ഒരു സാധാരണ അത്യാവശ്യം ചെറിയ പണികളൊക്കെ എടുത്ത് അങ്ങനെ ഒപ്പിച്ച് പോകുന്നുണ്ട്. 10 മാറുമ്പോൾ കൂട്ടം കുടുംബം എല്ലാം കുറ്റം പറയും. എന്തുകൊണ്ട്? നല്ല ജോലി ഉണ്ടായിരുന്നു, ഒഴിവാക്കി. എന്തിനാ ഒഴിവാക്കിയത്? അൽ മൗത്ത് ബിൽ ഇറാദ. അൽ മൗത്ത് ബിൽ ഇറാദ. അടിപൊളി കച്ചവടം, സ്വർണ്ണ കച്ചവടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വർണ്ണ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ എന്നോട് പറഞ്ഞു, സാറേ ഇത് നമ്മൾ വിചാരിച്ചതുപോലെ നടക്കൂല, ഹലാല് പൂർണ്ണമായി ഉറപ്പിച്ച് കൊടുക്കാൻ കഴിയൂല, സ്വർണ്ണ കച്ചവടത്തിൽ അറിയാതെ ഹറാമ് കലർന്നു, പല നിലക്കും ഞാൻ സൂക്ഷിച്ചു, എന്നിട്ടും എനിക്ക് ഇതിൽ ഹറാമ് കലരാതെ എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് കാര്യത്തിൽ എന്താ തീരുമാനം ഒന്നും പറയാൻ കഴിയില്ല. ഹറാമ് കച്ചവടത്തിൽ കലർന്നാൽ അത് നരകത്തിലേക്കാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ജ്വല്ലറി കൂട്ടി, ജ്വല്ലറി വിറ്റു കഴിഞ്ഞു, പണിയാണ് ഒഴിവാക്കി.
നാട്ടുകാരൊക്കെ കുറ്റം പറയും. പക്ഷേ ഇവിടെ അൽ മൗത്ത് ബിൽ ഇറാദീൻ, ചെറിയ ചെറിയ കച്ചവടമൊക്കെ ചെയ്ത് ഏർപ്പാടിനും മര്യാദയ്ക്ക് അങ്ങനെ കഴിഞ്ഞുകൊണ്ട് വലിയ കത്തിപ്പൊങ്ങലില്ല. കുട്ടികൾക്ക് ഇങ്ങനെ അതിൻ്റെ മുന്നിലൂടെ കാറിന് പോകുമ്പോൾ നാട്ടുകാരോട് പറയാനും കുടുംബക്കാരോട് പറയാനും കഴിയൂല. ആ വളവാണ് തിരുവനന്തപുരത്തുള്ള ആ വലിയ ജ്വല്ലറി നമ്മളതാണ്, അത് പറയാൻ കുട്ടിയെ കഴിയൂല. അപ്പോൾ കുട്ടികൾക്കും ഭാര്യയ്ക്കും ഒക്കെ ദേഷ്യം ഉണ്ടാവും. ഇവർക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയാൽ ഇവർക്ക് ദേഷ്യം ഉണ്ടാവും. മനസ്സിലായില്ല? ഇവർക്ക് കിട്ടേണ്ട രാവിലെ 2 കഷ്ണം പുട്ടും അല്ലെങ്കിൽ 2 കഷ്ണം 2 വെള്ളപ്പം ചായയും അതിനൊരു കടലക്കറിയോ അല്ലെങ്കിൽ മീൻകറിയോ ചെമ്മീൻ കറിയോ അല്ലെങ്കിൽ ബീഫോ 2-3 ദിവസം മീനോ ഇതൊക്കെയാണ് ഇവർക്ക് കിട്ടേണ്ടത്. അതൊക്കെ നമ്മൾ ഈ കച്ചവടം നിർത്തി കൊടുത്താലും ഇവർ നമ്മൾ എതിര് പറയും. എന്തുകൊണ്ട്? എന്താ ഭർത്താവിന് ജോലി? ജ്വല്ലറിയ. അത് പറയാൻ കഴിയില്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? അതൊരു ജ്വല്ലറിയ നമുക്ക് കേട്ടാൽ തന്നെ ഇരിക്കണം. അടുത്ത പെണ്ണ് അവിടെ നിന്ന് എണീക്കും, അവളൊന്ന് ബഹുമാനിക്കും. അതോ അപ്പൊ അതില്ലാതായ സ്വാഭാവികമായി പെണ്ണിന് ദേഷ്യം ഉണ്ടാവും. പഴയ സുഖം കിട്ടിക്കോളന്നില്ല. ഒരു പോയത്തക്കാരനാണ് മനസ്സിലാക്കുകയും ചെയ്യും. അതെന്തിനും ചെയ്യും. നിങ്ങളിപ്പോൾ എന്തെങ്കിലും മരുമായി അവിടെ കൊടുക്കൽ തുടങ്ങിയാൽ തന്നെ ഒരു കുറ്റം പറയും. അവർക്ക് കിട്ടുന്നതൊക്കെ കിട്ടിയാലും കുറ്റം പറയും. നിങ്ങൾക്ക് അന്തല്ല, നിങ്ങൾ കണ്ടവർക്കൊക്കെ കൊടുക്കും. ഇതിവിടെ തീരുന്നില്ല, നിങ്ങൾക്കൊരു ചിന്തല്ല. പിന്നെ നിങ്ങൾ അതിലൊന്നും ഉണ്ടാവില്ല. അവിടുന്ന് പുറത്തുനിന്ന് കടമാവും, വാങ്ങുമല്ലോ. തീർന്ന കടമാവും, പിന്നെ കൊടുക്കും ചെയ്യും. പിന്നെ അള്ളാഹു ഉത്തരം തരും. അങ്ങനെ തന്നെയല്ലേ? പക്ഷേ അവർക്കൊരു സുഖം ഉണ്ടാവില്ല. അവരെ സുഖം നമ്മൾ നോക്കും വേണ്ട. എന്തുകൊണ്ട്? അവര് നമ്മൾ മരിച്ചാലും പറയാ ഇനി മൂപ്പർക്കാരാണ് എന്നല്ല, ഇനി എനിക്കാരാണ് എന്നാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ പോറ്റിട്ട് നമ്മളെ മരിക്കുമ്പോ ഓളെന്താ പറയാ? എന്തൊരു മനുഷ്യന്മാര്! ഓളെന്താ പറയാ? ഇനി എനിക്കാരാണ്. ശരി, അവളെ കുറ്റം പറയണ്ട. തിരിച്ച് അവള് മരിക്കണേ നിങ്ങളെന്താ പറയാ? ഇനിയിപ്പൊ ഞാൻ എങ്ങനെ കഴിഞ്ഞൂടെ? അവനാന്റെ പെരയിലൊരു പെണ്ണില്ലെങ്കിൽ എങ്ങനെ കഴിഞ്ഞൂടെ?